ഹലോ, ബെല്ലേസ് അസൈൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല മിനി ചേച്ചിയാണ് കേട്ടോ. ഞാനിത് ഒരു ഗ്യാസ് സ്റ്റൗവുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനൊരു പുതിയ അടുപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളും ഒന്ന് വളർന്നു വരട്ടെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് സാധനം കണ്ടോ. ഇതാ ഞാൻ മേടിച്ച അടുപ്പ് ഉണ്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,500 കേട്ടോ. അപ്പം ഞാനിത് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇത് തന്നെ എനിക്ക് ഫസ്റ്റിൽ ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തത്. നല്ലൊരു അടുപ്പ് കണ്ടോ. നല്ല അടുപ്പാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു അടുപ്പും കൂടെയാണ് കേട്ടോ. എനിക്ക് മുന്നേ ഉള്ള അടുപ്പിന് ഇത്ര ഒരു ഇതില്ല എങ്കിലും ഗ്ലാസിൻ്റെ തന്നെയാണ് എങ്കിൽ പോലും അത് എനിക്ക് ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റേ അടുപ്പാണെങ്കിൽ ഒന്ന് ചീത്തയായിട്ട് പോയിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടുപ്പിനകം ഉണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് പാലൊക്കെ തിളച്ച് തൂക്കുവാണെങ്കിൽ അടിയിലോട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കത് ഇരട്ടി ജോലിയായിട്ട് വരുന്നുണ്ട്. പിന്നെ എപ്പോഴും വൃത്തിയാക്കിയില്ലെങ്കിൽ അഥവാ ഒരു ദിവസം വിട്ടു പോകണമെങ്കിൽ പിന്നെ അതവിടെ ഇരുന്ന് കരിഞ്ഞു വൃത്തികേടാവും. അപ്പോഴത്തേക്ക് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടും ഒരു വൃത്തിയില്ലായ്മയായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടോ, ഇത് കണ്ടോ. ഇതിൽ തിളച്ച് തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് പോകത്തില്ല. അതിൻ്റെ മീതെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കാരണം ആ സൈഡിൽ വന്നിരിക്കുന്ന കോട്ട് കണ്ടോ. അപ്പോൾ ഇത് തിളച്ച് തൂക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അകത്തോട്ട് വീഴത്തില്ല, പുറത്തോട്ടേ വീഴത്തുള്ളൂ. അപ്പോൾ അത്രയും നല്ല ഇതുള്ള ഒരു അടുപ്പാണ് കേട്ടോ. നല്ല ഇതായിട്ട് നമുക്ക് ഈ പ്രസ് ചെയ്യുന്ന സാധനം, ഈ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ, അത് തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഇതായിട്ട് ഫ്രീഡം പോലെ തോന്നും. മറ്റേതാണെങ്കിൽ നമുക്കൊരു പിടുത്തം പോലെ തോന്നത്തില്ല. ഇത് നമുക്ക് നല്ല ഫ്രീഡം പോലെ ഉണ്ട്. പെട്ടെന്നൊരു ഈസിയായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബലം പ്രയോഗിക്കേണ്ട വേണ്ട. മറ്റേതാണെങ്കിൽ നമ്മളിങ്ങനെ അമർത്തി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു നേരം പിടിക്കും. ഇത് കണ്ടോ, ഇപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സെയിൻകുട്ടന് ഞാനിത് വീഡിയോയിൽ കാണിച്ചു കൊടുത്തു കേട്ടോ. സെയിൻകുട്ടനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് സെയിൻ ബേബിക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ സെയിൻ ബേബി പറഞ്ഞു, അമ്മാമ്മേ ഇത് എന്നാ കൊച്ചിന് ഇത് ആദ്യം മനസ്സിലായില്ല കേട്ടോ എന്നാന്ന്. ഞാൻ പറഞ്ഞു ഇതാ അടുപ്പ്. അപ്പം അവിടെ മമ്മി പറഞ്ഞു കൊടുത്തു ഇത് അടുപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗൊക്കെ മേടിക്കാൻ വേണ്ടി കരയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മേടിച്ചുകൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാതെ ഇരുത്തിയിരിക്കുവാണേ. ഇനി ഞാൻ ചെല്ലുന്നത് നോക്കി ഇരിക്കുവാണ് സെയിൻ ബേബി. കാരണം സ്കൂൾ തുറക്കാറായല്ലോ. ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ കേട്ടോ. അപ്പോഴത്തേക്ക് സെയിൻ ബേബിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു മോനെ കരയണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തിയിരിക്കുവാണ്. അപ്പോൾ എൻ്റെ അടുപ്പിൻ്റെ പേരൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് എല്ലാവരും മാക്സിമം ഇത് മേടിച്ച് ഉപയോഗിക്കാൻ നോക്കും. നല്ലൊരു അടുപ്പാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരടുപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നില്ല. അതാണ്, അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അമ്മയുടെ പുറകെ ഓടാനേ സമയമുള്ളൂ. അപ്പോൾ 27-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് അമ്മയെ കൊണ്ട് വീട്ടിലാക്കും. അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ പുറത്ത് പോയി എടുക്കാനോ ഒന്നിനും ഒക്കുന്നില്ല കേട്ടോ. എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിരുന്നാലും ലോങ് വീഡിയോ ആയിരുന്നാലും എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം നല്ല ഒന്നാം തരം ഒരു മഴയൊക്കെ കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട്